നടപടി എന്താണ്? ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകൻ നൗഷാദ് തെക്കയിൽ കൂടെ ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ പോലീസ് ഇത്തരത്തിലൊരു ഓർഡർ ഉണ്ട്, പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് അപ്പോൾ എന്താണ് പറയുന്നത്? പോലീസ് ഈ റെസിഡൻഷ്യൽ ഓർഡർ ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല എന്നൊരു നിയമപ്രകാരമായിട്ടൊരു വിഷയമുണ്ട്. അപ്പോൾ ഈ ഒരു പിഞ്ചു കുഞ്ഞും ഒരു അമ്മയുമാണ് ഇവിടെ ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിരവധി തവണ ഞാൻ ഇവരുടെ ഭർത്താവിനോടും ഭർത്താവിൻ്റെ ഉപ്പയോടും ഇപ്പം ഇന്നലെ മുതലൊക്കെ ഞാൻ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ഈ കുഞ്ഞിനും ഈ ഉമ്മക്കും ഒരു തണൽ കൊടുക്കുക, ഒരു ആശ്വാസം കൊടുക്കുക, അവരെവിടെയെങ്കിലും ഒന്ന് കിടക്കട്ടെ എന്നുള്ള രീതി പറഞ്ഞിട്ടൊന്നും അവർ അനുസരിക്കുന്നില്ല. പിന്നെ ഈ വിഷയത്തിൽ തലാക്ക് ചൊല്ലിയതൊക്കെ നിയമവിരുദ്ധമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു ഘട്ടത്തിലോ അതിൻ്റെ ഒരു ഘടനയിലോ അല്ല അത് ചൊല്ലിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ശരിക്കും സാമൂഹ്യപരമായിട്ട് പറയുകയാണെങ്കിൽ സമൂഹവും അതേപോലെ തന്നെ മതത്തിലുള്ള നേതാക്കളും ഒക്കെ ബന്ധപ്പെടുകയും ഇടപെടുകയും ഒരു നല്ലൊരു സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും വേണം. ഈ വിഷയത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകം. കൊതുകടി കൊണ്ടും പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി അവരുടെ കിടക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആങ്ങളമാർ വരുന്ന സമയത്ത് അവരെ തടഞ്ഞു. കഴിഞ്ഞ ദിവസം VP സോറയും ആളുകളും വന്നപ്പം തടഞ്ഞു. എന്നിട്ട് പൈപ്പിൽ വെള്ളം എടുക്കുന്നതിന് വേണ്ടി പൈപ്പ് ക്ലോസ് ചെയ്ത് വെച്ചു. പിന്നെ എന്നിട്ട് ഇവർ കിണറിൽ നിന്ന് വെള്ളം കോരുന്നതിന് വേണ്ടിയിട്ട് കോരാതെക്കാൻ വേണ്ടിയിട്ട് ആ പാള കയറുണ്ടല്ലോ, ആ കയർ അറുത്ത് വെച്ചു. അത് മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ്. ഞാൻ വിചാരിച്ചു നോക്കുന്നത് എന്താ വെച്ചാൽ ഈ നാട്ടിലെ സാമൂഹ്യപരമായിട്ടുള്ള ആളുകൾ പൊതുപ്രവർത്തകരൊക്കെ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത്, പള്ളി കമ്മിറ്റി ആയാലും എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളത് എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ വീട് പൂട്ടി ഭർത്താവും കുടുംബവും പോയി വീട്ടിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. അതിനെതിരെ ഹസീന ഫറൂഖ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടല്ലോ, അതിൽ പോലീസ് എന്താണ് പറഞ്ഞത്? അത് പോലീസിന് എന്താ വെച്ചാൽ ഇത് പോലീസിന് നിലവിൽ കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിലവിലിപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഈ പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ കൂടെ താമസിക്കാനും ഇവിടെ താമസിക്കാനുള്ള പ്രൊട്ടക്ഷൻ ഓർഡറുമാണ് ഈ സ്ത്രീക്ക് നിലവിലുള്ളത്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഈ പൊളിച്ചകത്ത് കയറുന്നതിനെക്കാട്ടിലും ഉചിതം നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഞാനൊരു സമവായത്തിന് ശ്രമിച്ചുകൊണ്ട് പറ്റുന്ന ആളുകളോട് ഇവരെ ബന്ധുക്കളോടൊക്കെ ചോദിച്ചിട്ട് ഇതൊന്ന് തുറന്നു കൊടുത്തിട്ട് ഏതായാലും പ്രൊട്ടക്ഷൻ ഓർഡറും കോടതിൻ്റെ തീരുമാനത്തിൽ ഇപ്പോഴും ഇവർ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വിധത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹസീനയ്ക്ക് ഭർത്താവിനോടൊപ്പം താമസിക്കാനുള്ള ഒരു ഓർഡറാണ് കോടതിയിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഭർത്താവിനൊപ്പം, പക്ഷെ ഭർത്താവ് ഈ വീട്ടിലല്ല താമസം എന്നുള്ളതിനാൽ ഈ വീടിനകത്തേക്ക് കയറാൻ അവർക്ക് നിയമപരമായി സാധിക്കുന്നില്ല. അതിന് പോലീസിനുമൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു തടസ്സം എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു വീടിന്റെ പൂട്ടൊക്കെ പൊളിച്ച് അല്ലെങ്കിൽ വാതിൽ പൊളിച്ച് വലിയൊരു പ്രശ്നമാണ്. അങ്ങേയറ്റം ഹീനമായിട്ടുള്ള പ്രവൃത്തികൾ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അവിടുത്തെ പ്രതികരണങ്ങളും സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ തന്നെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ജനപ്രതിനിധികളോട് ആരോടെങ്കിലും ഈ വിഷയങ്ങൾ സംസാരിച്ചോ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ പള്ളി കമ്മിറ്റിയൊക്കെ ഇടപെടാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു കുഞ്ഞും ഒരു യുവതിയും 8 ദിവസമൊക്കെ ആയിട്ടിങ്ങനെ ഒറ്റപ്പെട്ട് ഒരു വീടിന് മുൻപിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാഥമിക കർത്തവ്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതൊക്കെ തടസ്സപ്പെടുത്തുന്ന അങ്ങേയറ്റത്തെ ഹീനമായ ഇടപെടലും ഈ വ്യക്തികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജനപ്രതിനിധികളുടെ റോൾ എങ്ങനെയാണ്? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ടോ? നൗഷാദ്, ഇതിപ്പോൾ ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി ഇടപെടുകയോ? ഞാൻ അവരോട് നിരന്തരമായിട്ട് ഇവരെല്ലാവരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പള്ളി കമ്മിറ്റിൻ്റെ ആളുകളെ കിട്ടാൻ വേണ്ടി ഇവരോട് ശ്രമിച്ച് ഫോൺ നമ്പർ പോലും പള്ളിയിലെ മൊല്ലാക്ക കൊടുക്കുന്നില്ല എന്നാണ് ഇവരെ സഹോദരന്മാർ പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഉടമസ്ഥൻ ഒരു മുത്തവല്ലി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും, അയാളെ വിളിച്ചിട്ട് അയാളെ ഫോണിൽ ഞാൻ നിരന്തരം ശ്രമിച്ചിട്ടും അയാൾ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് ഈ കുട്ടിയുടെ ഭർത്താവിനോടും ഭർത്താവിൻ്റെ അച്ഛനോടും സംസാരിക്കുക എന്നുള്ളതാണ്. അത് നിരന്തരമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സമവായത്തിലെത്താൻ അവർ തയ്യാറാവുന്നില്ല. അവർ തയ്യാറാകുന്നു, ഒരു സമവായത്തിൽ അവർ തയ്യാറാകുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പണമില്ലെങ്കിൽ കൊടുക്കണ്ട, സ്വർണ്ണമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇവർക്ക് കിടക്കാനുള്ളൊരു സൗകര്യം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും അതിന് അവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ വേദനയിൽ തോന്നുന്നത്. രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും വരികയോ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യും? ആരും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും നമ്മളോട് സംസാരിക്കുകയോ ഈ വിഷയത്തിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് തികച്ചും യാഥാർത്ഥ്യമാണ്. ശരിക്കും നാട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ നാട്ടിലെ കാരണവന്മാരും പൊതുപ്രവർത്തകരും എല്ലാം ചേർന്ന് ഒരു സമവായം ഉണ്ടാക്കാൻ ശ്രമം നടത്തണം. പക്ഷേ ഈ വിഷയത്തിൽ കുറേ ശ്രമം നടത്തിയെന്ന് പഞ്ചായത്ത് മെമ്പർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ വിഷയം തീർക്കാനുള്ളൊരു ഉത്തരവാദിത്വം പേർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതാരും തീർക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വേദന തോന്നുന്നത്.